ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഇൻ്റർസെപ്റ്റർ ബെയർ 650 എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്നൊക്കെ പറയുന്നത്. എന്നാൽ പിന്നെ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്കിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് വന്നേക്കണതെന്ന് പറയുന്നത് ഒരു റൗണ്ട് ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ്. DRലും LED ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ നമ്മുടെ ഹിമാലയൻ അതുപോലെയുള്ള ഇപ്പോൾ ധാരാളം വണ്ടികളിലൊക്കെ ഇപ്പോൾ ഇതേപോലത്തെ ഒരു ഹെഡ്ലൈറ്റ് ആണ് ഇറങ്ങുന്നത്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലെങ്ത് കൂടിയ LED ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പോൾ രാത്രിയാണെങ്കിൽ അത്യാവശ്യം വെട്ടവും അതേപോലെ നല്ല വിസിബിലിറ്റി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടയർ സെക്ഷനിലോട്ട് വരുമ്പോൾ MRF എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു പുതിയൊരു മോഡലിൽ വന്നേക്കുന്ന ഒരു ടയറാണ്. നമ്മൾ വേറെ അധികം വണ്ടികളും കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ മോഡൽ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ഡുവൽ പർപ്പസ് ടയറാണ്. നമുക്ക് ഓൺ റോഡും അതുപോലെ തന്നെ ഓഫ് റോഡും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മഡ് ഗാർഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ഫൈബർ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മുടെ ബ്രേക്കിൻ്റെ സെക്ഷനിലോട്ട് വരുമ്പോൾ അത്യാവശ്യം വലിയൊരു ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡുവൽ ചാനൽ ABS കൂടിയാണ് കേട്ടോ വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഓടിച്ചൊക്കെ നോക്കിയായിരുന്നു, കിടിലം ബ്രേക്കിങ് കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ക്ലസ്റ്ററിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് വലിയൊരു റൗണ്ട് ടൈപ്പിൽ വന്ന ഒരു മീറ്ററാണ് വരുന്നത്. അപ്പോൾ ഓണാക്കുമ്പോൾ ഇതുപോലെ ബെയർ 650 എന്നൊക്കെ എഴുതി കാണിക്കും. അത്യാവശ്യം വലിയൊരു ടൈപ്പ് മീറ്ററാണ് ഇത്. നമുക്ക് ട്രിപ്പ് നാവിഗേഷനും എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു മീറ്ററാണ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല. സ്വിച്ച് സെറ്റിലോട്ട് വരുമ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡിലൊക്കെ ഇപ്പോൾ ധാരാളം വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവന്നുകൊണ്ടിരിക്കണം ആ പുതിയ ടൈപ്പ് മോഡലിൽ വന്ന സ്വിച്ച് സെറ്റും കാര്യങ്ങളാണ് രണ്ട് സൈഡിലൊക്കെ വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു 13.8 ലിറ്ററാണ്. അപ്പോൾ ഏകദേശം ഒരു ഫുൾ ടാങ്കിൽ നമുക്ക് 200-300 കിലോമീറ്ററോളൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ എഞ്ചിൻ സൈഡിലോട്ട് വരുമ്പോൾ എഞ്ചിൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർസെപ്റ്റർ 650യുടെ അതേപോലെ സാമ്യമുള്ളൊരു എഞ്ചിനായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് എഞ്ചിനിലെ ട്യൂണിങ്ങിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ധാരാളം അധികം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് കേട്ടോ കമ്പനി ഇത് ഇറക്കിയേക്കുന്നത്. ഇതിൽ സിംഗിൾ ടൈപ്പ് സൈലൻസർ ഉള്ളൂ. ഇൻ്റർസെപ്റ്റർ 650യിൽ എല്ലാവർക്കും അറിയാം ഡുവൽ സൈലൻസറാണ് വരുന്നത്. ഇതിൽ നമ്മുടെ സൈലൻസറുടെ ബെൻഡ് അവിടെ നിന്നൊക്കെ വളഞ്ഞ് സിംഗിൾ ടൈപ്പിലോട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം അടിപൊളി ഒരു നീറ്റ് വോയിസ് ആണ് കേട്ടോ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂവും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഏകദേശം ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും LED ആണ് വന്നേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിന് ഇത്ര ലെങ്ത്തും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ അത്യാവശ്യം ഒരു സ്ക്രാംബ്ലർ ടൈപ്പ് മോഡലിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അതേപോലെ ഒരു കട്ടിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു ടൈപ്പിലാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റാണ്. രണ്ടുപേർക്കൊക്കെ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യുക. പിന്നെ നമ്മൾ എണീറ്റ് നിന്ന് റൈഡ് ചെയ്യുമ്പോഴാണെങ്കിൽ നല്ലൊരു കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഒരു ഷോർട്ട് ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു സൈലൻസറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിക്ക് അത്യാവശ്യം ഒരു വെറൈറ്റി ലുക്കും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്കിനിപ്പോൾ ഏതായാലും ഇതിൻ്റെ നിലവിലുള്ളൊരു എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടുന്ന ഒരു വ്യൂവും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ളൊരു ഹാൻഡിലാണ്. പിന്നെ നമ്മുടെ ഗിയർ ലിവർ എന്നൊക്കെ പറയുന്നത് നോർമൽ സിംഗിൾ ടൈപ്പ് ഗിയർ ലിവറും കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ എന്നൊക്കെ പറയുന്നത്. എൻ്റെ കാലിനൊക്കെ പറഞ്ഞാൽ കണ്ടില്ലേ, പക്ക ഒരു ഫ്ലാറ്റ് ഫൂട്ടാണ്. നമുക്ക് അത്യാവശ്യം നൈസായിട്ട് തന്നെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ഷോർട്ട് റൈഡേഴ്സിന് ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ലുക്കും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. കണ്ടില്ലേ, വളരെയധികം മികച്ചൊരു സ്ക്രാംബ്ലർ ടൈപ്പ് ഡിസൈനിലാണ് വണ്ടി ഇറക്കിയേക്കുന്നത്. ബാക്കിലെ ഷോക്ക് എന്നൊക്കെ പറയുന്നത് നോർമൽ ടൈപ്പാണ്. നൈട്രോസും കാര്യങ്ങളൊന്നുമില്ല, ലോങ് സ്പ്രിംഗ് ടൈപ്പ്. പിന്നെ സീറ്റിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴാണെങ്കിൽ തന്നെ നല്ലൊരു കുഷനിങ്ങും ടൈപ്പൊക്കെയാണ്. പിന്നെ മീറ്ററിനൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി, നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള മീറ്ററാണ്. പിന്നെ മിറർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നോർമൽ ബുള്ളറ്റിലൊക്കെ ഇപ്പോൾ വരേണ്ട ടൈപ്പ് മിററാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഏകദേശം 4,30,000 മുതൽ 4,59,000 രൂപ വരെയാണ് വില വരുന്നത്. അത് ഓരോ മോഡലനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഏകദേശം കമ്പനി അവകാശപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 കിലോമീറ്റർ മൈലേജാണ് ഹൈവേയിൽ. പിന്നെ മാക്സിമം സിറ്റി യൂസും അതേപോലെ ബ്ലോക്കിലുള്ള യൂസൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അത്യാവശ്യം നല്ല ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാക്സിമം വണ്ടി ലോങ് ഓടിക്കാനും അതുപോലെ ഓഫ് റോഡിങ് കാര്യങ്ങൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ വണ്ടി എന്ന് പറയുന്നത് ഒരു പടക്കുതിര തന്നെയാണ്. അത്യാവശ്യം നല്ല ടോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി കൈ കൊടുക്കുമ്പോൾ തന്നെ കയറണേണ്ട. അപ്പോൾ നമുക്ക് അധികം സ്പീഡിലും കാര്യങ്ങളൊന്നും ഓടിക്കാൻ പറ്റില്ല. കാരണം അത്യാവശ്യം ട്രാഫിക്കും പിന്നെ സീബ്ര ക്രോസിങ്ങും അതേപോലെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം വെറുപ്പിക്കണില്ല. നമ്മൾ ഡീസൻ്റായിട്ടാണ് ഓടിക്കുന്നത്. എന്നാലും അത്യാവശ്യം നല്ലൊരു കിഡിലൻ റൈഡിങ് എക്സ്പീരിയൻസ് തന്നെയാണ് വണ്ടിയുടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഹാൻഡിൽ ഞാൻ വൈഡാന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ വണ്ടിക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 218-220 കിലോയുടെ അടുത്ത് വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ട് റൈഡേഴ്സിന് അല്ലെങ്കിൽ കുറച്ച് ആരോഗ്യമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ബാലൻസിങ് കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പൊക്കമുള്ളവർക്കും കുറച്ച് ഹെൽത്തി ഓക്കെ എന്നുള്ളവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല, പക്കയായിട്ട് തന്നെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി റൈഡ് ചെയ്യുമ്പോൾ ഒരു ലുക്ക് എന്നൊക്കെ പറയുന്നത്. വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്, ഓവർ വെറുപ്പിക്കലും കാര്യങ്ങളൊന്നുമില്ല. നൈസായിട്ട് ഒരു ടൂണിങ്ങിൽ പോകുന്ന ഒരു എക്സോസ്റ്റാണ് നമുക്ക് വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.